ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ അടുക്കളത്തോട്ടം കാണണ്ടേ ഉണ്ടായത് പൈനാപ്പിൾ കൃഷി, പിന്നെ കപ്പ കൃഷി. കപ്പയൊക്കെ വലുതായി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് നട്ടതാണ് കേട്ടോ. എല്ലാം വലുതായി വരുന്നുള്ളൂ. എൻ്റെ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഇട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ മഞ്ഞൾ കൃഷി, മഞ്ഞൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് നട്ടേക്കുന്നതാണ്. മഞ്ഞൾ, പിന്നെ ഇഞ്ചി പൈനാപ്പിളൊക്കെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ പൈനാപ്പിൾ ഉണ്ടാവും. എല്ലാ വശത്തും ഉണ്ട് പറമ്പിൻ്റെ പൈനാപ്പിൾ. പിന്നെ അത്യാവശ്യം അടുക്കളയിലേക്കുള്ള ചീരക്കൃഷി. ചീര വേണ്ട, ചീരയുണ്ട്, ഗ്രീൻ ചീരയുണ്ട്. പിന്നെ ചേമ്പ്, ചെറിയ ചേമ്പുകൾ, വലിയ ചേമ്പുകൾ. പിന്നെ പടവല കൃഷി, പിന്നെ പയർ കൃഷി. അങ്ങനെ പലതരം നമുക്ക് നിത്യ ഉപയോഗത്തിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചാരം ഇട്ട് കൊടുക്കും അല്ല, ചാരം. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള, പിന്നെ നിറച്ചൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ഇതൊക്കെ പയറൊക്കെ നട്ടേക്കണം, അതൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൃഷി വരുന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ചീര പല ടൈപ്പുണ്ട്. മലേഷ്യൻ ചീര അത് ഇവിടെ പറമ്പ് നിറച്ചുണ്ട്. അത് ഭയങ്കര ശരീരത്തിന് നല്ല സാധനം. നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, കൂടുതൽ വണ്ണം വയ്ക്കില്ല. ഈ ചീര നമുക്ക് വെറുതെ തിന്നാനും നല്ലതാണ്. ചീര പോലെ തോരനാക്കാനും നല്ലതാണ്. അത് നമുക്ക് അരിഞ്ഞ് തോരനായിട്ട് തേങ്ങ മിക്സ് ചെയ്ത് തോരനാണ് ഏറ്റവും ടേസ്റ്റ്. ഭയങ്കര നല്ല, ശരീരത്തിന് ഏറ്റവും നല്ല പ്രോട്ടീൻ കിട്ടുന്ന ഒരു സാധനമാണ് മലേഷ്യൻ ചീര. അതെല്ലാ വീടുകളിലും ഇല്ല, ചിലർക്കത് നിറച്ചുണ്ട്. പിന്നെ നമുക്ക് കോഴി ഉണ്ടെങ്കിൽ കോഴിക്ക് ഇത് അരിഞ്ഞു കൊടുത്താൽ മുട്ട ധാരാളം കിട്ടും കേട്ടോ. മുട്ട ഞങ്ങളുടെ കോഴിയമ്മ കണ്ടോ, കോഴിയുണ്ട്, 10-20 കോഴിയുണ്ട്. അതിനെ കൂട്ടിലിരുന്ന ചിലതിനെയൊക്കെ അഴിച്ചുവിടും. അങ്ങനെ അഴിച്ചു വിട്ട് ഇങ്ങനെ ഇതിലെ പുറത്തോടെയൊക്കെ നടന്ന് നിറച്ച് തിന്നിട്ട് ഡെയിലി ഞങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട കിട്ടും. അങ്ങനെ എൻ്റെ സമയം അങ്ങനെ പോകുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ പപ്പായൊക്കെ ആവശ്യത്തിനുണ്ട്. നമ്മൾ കളയുന്ന വേസ്റ്റ് പിന്നെ മീനിൻ്റെ വേസ്റ്റ് എല്ലാം കുഴിച്ചിട്ടാൽ മതി. ഇഷ്ടംപോലെ പച്ചക്കറി നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമായ എല്ലാ സാധനവും കിട്ടും കേട്ടോ. ബായ്.